നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇനി വീഡിയോയിൽ നമ്മുടെ കേരള PSC ഇനി വരുന്ന എല്ലാ PSC പരീക്ഷകളിലും ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഷുവർ ഷോർട്ട് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കടക്കാം. അതിനു മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയ പരിശോധനയുടെ പേരെന്താണ്? അമിതഭാരത്തിന് ഇംഗ്ലീഷ് എന്താണ്? ആക്ച്വലി ഓവർലോഡ് എന്നാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരവും വരുന്നത് എന്ത് തന്നെയാണ്? ഓപ്പറേഷൻ ഓവർലോഡ് എന്നാണ് കേട്ടോ. അപ്പൊ അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് വിജിലൻസ് നടപ്പിലാക്കിയ പരിശോധനയുടെ പേര് ചോദിച്ചാൽ അതെന്താണ്? ഓപ്പറേഷൻ ഓവർലോഡ് എന്നാണ്. ഓപ്പറേഷൻ ഓവർലോഡ് എന്നാണ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. മനുഷ്യ വന്യജീവി സംഘർഷത്തെ ഒരു പ്രത്യേക ദുരന്തമായി അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മനുഷ്യനും വന്യജീവിയുമായിട്ടുള്ള സംഘർഷത്തിനെ ഒരു പ്രത്യേക ദുരന്തമായി അടുത്തിടെ പ്രഖ്യാപിച്ച സംസ്ഥാനം ചോദിച്ചാൽ നമ്മൾ റീസെന്റ് ആയിട്ട് കേട്ട് വന്നത് തന്നെയാണ്. ഏതാണ്? കേരളം തന്നെയാണ് അല്ലെ. നമുക്കറിയാം കേരളത്തിലെ എന്താണ് ആനയും ആൾക്കാരുമായി പ്രശ്നം, അതുപോലെ തന്നെ കടുവ നാട്ടിലേക്ക് ഇറങ്ങുന്നു, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യനും വന്യജീവി സംഘർഷവും ഒരു പ്രത്യേക ദുരന്തമായി കാണാനായിട്ട് തീരുമാനിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം ഇതാണ്, മൂന്നാമത്തെ ചോദ്യം. നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആരാണ്? ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉത്തരത്തിൽ വരുന്ന ആള് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മുടെ നൂറുൽ ഇസ്ലാം സർവകലാശാല, നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ പുതിയ VC അല്ലെങ്കിൽ വൈസ് ചാൻസലർ ആരാണ്? ടെസി തോമസ് ആണ്. ടെസി തോമസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മിസൈൽ വുമൻ ഓഫ് ഇന്ത്യ, അഗ്നിപുത്രി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ടെസി തോമസ് ആണ് അല്ലെ. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം വളരെ റിലവന്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ നൂറുൽ ഇസ്ലാം യൂണിവേഴ്സിറ്റിയുടെ പുതിയ വൈസ് ചാൻസലർ ആര് എന്ന് ചോദിച്ചാൽ, പുതിയ VC ആര് എന്ന് ചോദിച്ചാൽ ആരെന്ന് പറയണം? ടെസി തോമസ് എന്ന് പറയണം. ടെസി തോമസിനെ തന്നെയാണ് നമ്മൾ അഗ്നിപുത്രി, മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റോക്കറ്റ് വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അത് ടെസി തോമസ് ആണ് എന്നുണ്ടെങ്കിൽ റോക്കറ്റ് വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഋതു കരുതലാണ് കേട്ടോ. ഋതു കരുതൽ നിങ്ങൾക്കറിയാം. ഋതു കരുതലിനെ തന്നെയാണ് നമ്മൾ റോക്കറ്റ് വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് കെ ശിവൻ, നമ്മുടെ ISROയുടെ ചെയർമാൻ കെ ശിവനെയാണ് നമ്മൾ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. കെ ശിവനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരെയാണ്? APJ അബ്ദുൽ കലാം അല്ലെ. അപ്പൊ അത്രയും ഒന്ന് പഠിച്ചു വെച്ചേക്കുക. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ടെസി തോമസ് ആണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ APJ അബ്ദുൽ കലാം ആണ്. റോക്കറ്റ് വിമൻ ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഋതു കരുതലാണ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അത് കെ ശിവനാണ്. ഓക്കെ അല്ലേ? മിസൈൽ വുമൺ ടെസി തോമസ്, മിസൈൽ മാൻ APJ അബ്ദുൽ കലാം, റോക്കറ്റ് വുമൺ ആണെന്നുണ്ടെങ്കിൽ അത് ഋതു കരുതലാണ്. റോക്കറ്റ് മാൻ ആണെന്നുണ്ടെങ്കിൽ അത് കെ ശിവനാണ്. ഓക്കെ, ഒരു 2 പോയിന്റ് കൂടി പഠിക്കാനുണ്ട്. ഇന്ത്യയിലെ ഒരു മിസൈൽ പ്രോജക്റ്റിന്റെ തലപ്പത്തെത്തുന്ന ആദ്യത്തെ വനിതയാണ് ആര്? നമ്മുടെ ടെസി തോമസ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ഒരു മിസൈൽ പ്രോജക്റ്റിന്റെ തലപ്പത്തെത്തുന്ന ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ടെസി തോമസ് ആണ്. അതുപോലെ ഏതൊക്കെയാണത്? അഗ്നി 4, അതുപോലെ തന്നെ അഗ്നി 5 മിസൈൽ പ്രോജക്റ്റുകളുടെ ഡയറക്ടർ ആരായിരുന്നു? നമ്മുടെ ടെസി തോമസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരായിട്ട് മാറിയത്? ടെസി തോമസ് ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ ടെസി തോമസിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ ഒരു മിസൈൽ പ്രോജക്റ്റിന്റെ തലപ്പത്തെത്തുന്ന ആദ്യത്തെ വനിതയാണ് ആര്? ടെസി തോമസ്. ടെസി തോമസ് ഏതൊക്കെ മിസൈൽ പ്രോജക്റ്റിന്റെ തലപ്പത്താണ് ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്? അഗ്നി 4ന്റെയും അഗ്നി 5ന്റെയും ഹെഡായിട്ട് മാറിയ നമ്മുടെ മിസൈൽ വിമൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ ടെസി തോമസ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നിലവിൽ നമ്മുടെ ചാനൽ സിവിൽ പോലീസ് ഓഫീസറിന്റെ ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ CPOക്കും അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിനും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്പെഷ്യൽ ടോപ്പിക്. അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെയും സിവിൽ പോലീസ് ഓഫീസറിന്റെ ഒക്കെ മോഡൽ എക്സാംസും മോക്ക് ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും 500 രൂപയാണ് കോഴ്സിന്റെ പേയ്മെന്റ് എന്ന് പറയുന്നത്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
9961161272. ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, UPI മുഖാന്തരം ഏതെങ്കിലും പേയ്മെന്റ് ചെയ്യുക. പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ആ പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് കൂടി അയച്ചേക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് അതേ ദിവസം തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും CPO WCPO എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും വർത്ത് ആയിരിക്കും. അതുപോലെ തന്നെ LDCയുടെ ക്ലാസ്സുകളും എടുത്തു വരുന്നുണ്ട്. ഈ പറയുന്ന LDCയുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 200 രൂപ മാത്രമേ ഉള്ളൂ. 200 രൂപ നിങ്ങൾ സെയിം നമ്പറിലേക്ക്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന 9961169272 എന്ന് പറയുന്ന നമ്പറിലേക്ക് പേയ്മെന്റ് ചെയ്ത് ഇതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതിയാവും. കോൾ ചെയ്യേണ്ട, കോൾ എനേബിൾഡ് നമ്പർ അല്ല. ഓക്കെ, അപ്പൊ എന്തായാലും CPO LDC എക്സാമിനേഷൻ ഒക്കെ എഴുതാൻ പോകുന്നവർ ഇതിലേക്ക് ജോയിൻ ചെയ്യുക. എന്തായാലും നിങ്ങൾക്കത് യൂസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്: അണ്ടിൽ ഓഗസ്റ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? നല്ലൊരു ചോദ്യമാണ്. അണ്ടിൽ ഓഗസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരെന്നാണ് ചോദ്യം. ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നോബൽ പുരസ്കാര ജേതാവാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് അല്ലെ. വളരെ പ്രധാനപ്പെട്ട, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഗബ്രിയേൽ ഗാർസിയ മാർക്വസിന്റെ പുസ്തകത്തിന്റെ പേരാണ് എന്ത്? അണ്ടിൽ ഓഗസ്റ്റ്. 1982 നോബൽ പുരസ്കാര ജേതാവാണ് ആര്? ഗബ്രിയേൽ ഗാർസിയ മാർക്വസ്. കേട്ടോ, അപ്പോൾ അണ്ടിൽ ഓഗസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം ആരുടേതാണ്? ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് അണ്ടിൽ ഓഗസ്റ്റ്. ഓക്കെ, അപ്പോ 4 ചോദ്യങ്ങളും ഓക്കെ അല്ലേ നിങ്ങൾക്ക്? അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത 5ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്ററിന്റെ വേദി എവിടെയാണ്? ചോദിക്കും, PSC പരീക്ഷയിൽ ചോദിക്കും. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്ററിന്റെ വേദി ചോദിച്ചാൽ ചേർത്തലയാണെന്ന് അറിഞ്ഞിരിക്കുക. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്ററിന്റെ വേദി എവിടെയാണ്? ചേർത്തലയാണ്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന 5 ചോദ്യങ്ങളും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതെയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞ ആദ്യത്തെ 5 ചോദ്യങ്ങളിലെ നമുക്ക് വളരെ പെട്ടെന്ന് ഒന്നും കൂടി നോക്കിയാലോ. അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വിജിലൻസിന്റെയാണ് ഓപ്പറേഷൻ ഓവർലോഡ്. മനുഷ്യജീവി സംഘർഷത്തെ ഒരു പ്രത്യേക ദുരന്തമായി കണക്കാക്കിയത് കേരളമാണ്. നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ VC ആണ് ടെസി തോമസ്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ അഗ്നിപുത്രി. മിസൈൽ മാൻ ആണെങ്കിൽ APJ അബ്ദുൽ കലാം. റോക്കറ്റ് വുമൺ ആണെങ്കിൽ ഋതു കരുതൽ. റോക്കറ്റ് മാൻ ആണെന്നുണ്ടെങ്കിൽ K ശിവൻ എന്ന് പറഞ്ഞു. അഗ്നി 5-ന്റെയും പ്രോജക്ട് ഡയറക്ടർ ആരായിരുന്നു? ടെസി തോമസ് ആയിരുന്നു. അണ്ടിൽ ഓഗസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം ഗബ്രിയേൽ ഗാർസിയ മാർക്വസ് ആണ്. 82 നോബൽ സമ്മാന ജേതാവാണ്. കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്ററിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ അത് ചേർത്തലയാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ഇതാണ്: സ്വദേശ് ദർശൻ 2.0 പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള സ്ഥലങ്ങൾ ചോദിച്ചാൽ ഏതെന്ന് പറയും നിങ്ങൾ? കുമരകം. ഏതാണ്? കുമരകവും അതുപോലെ തന്നെ ബേപ്പൂരുമാണ് അല്ലെ. ബേപ്പൂരുമാണ്. ഓക്കെ, അപ്പോൾ കേരളത്തില് നമ്മുടെ സ്വദേശ് ദർശൻ 2.0 എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള സ്ഥലങ്ങളാണ് ഏതൊക്കെ? കുമരകവും ബേപ്പൂരും. കുമരകവും ബേപ്പൂരുമാണ് സ്വദേശ് ദർശൻ 2.0 എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള സ്ഥലങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ്? കുമരകവും അതുപോലെ തന്നെ ബേപ്പൂരുമാണെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം നമ്മുടെ 7ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ പറയുന്ന 7ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ പറയുന്ന സ്വദേശ് ദർശൻ 2.0 എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടല്ലോ. ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഉത്തരവാദിത്ത ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന പദ്ധതിയാണ് എന്ത്? സ്വദേശ് ദർശൻ 2.0. കേരളത്തിലെ സുസ്ഥിര ടൂറിസം അതുപോലെ തന്നെ ഉത്തരവാദിത്ത ടൂറിസത്തിനൊക്കെ പ്രാധാന്യം നൽകുന്ന ഒരു പ്രോഗ്രാമാണ് എന്ത്? സ്വദേശ് ദർശൻ 2.0. ടൂറിസത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഈ പറയുന്ന സ്വദേശ് ദർശൻ 2.0 ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത് നമ്മുടെ കുമരകവും അതുപോലെ തന്നെ ബേപ്പൂരുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം: 2024 വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരിയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. സുധാമൂർത്തിയാണ് കേട്ടോ. 2024 2024 രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരിയുടെ പേരാണ് എന്ത്? സുധാമൂർത്തി. സുധാമൂർത്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2006 പത്മശ്രീ ലഭിച്ചു. 2023 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? സുധാമൂർത്തിക്കാണ്. ഏത് കൃതിക്കാണ് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഗ്രാൻഡ് പാരന്റ്സ്
ബാഗ് ഓഫ് സ്റ്റോറീസ്. എന്താണ്? ഗ്രാൻഡ് പാരൻസ് ബാഗ് ഓഫ് സ്റ്റോറീസ് എന്ന് പറയുന്ന കൃതിക്കാണ് 2023 നമ്മുടെ സുധാമൂർത്തിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും വളരെ പ്രധാനപ്പെട്ടതാണ്. 24 വനിതാ ദിനത്തോട് അനുബന്ധിച്ച് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് സുധാമൂർത്തിയാണ്. 2006 പത്മശ്രീ ലഭിക്കുന്നു, 2023 പത്മഭൂഷൺ ലഭിക്കുന്നു. കൂടാതെ 23 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഇംഗ്ലീഷ് ബാലസാഹിത്യ പുരസ്കാരം കിട്ടുന്നത് കൃതി ചോദിച്ചാൽ അത് ഗ്രാൻഡ് പാരൻസ് ബാഗ് ഓഫ് സ്റ്റോറീസ് എന്ന് പറയുന്ന സുധാമൂർത്തിയുടെ കൃതിക്കാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ ആണേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. നമ്മുടെ 8ാമത്തെ ചോദ്യം, ദ കോൺസ്പിറസി ടു ഔട്ട്മോസ്റ്റ് മീ ഫ്രം പ്രസിഡൻസി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ദ കോൺസ്പിറസി ടു ഔട്ട്സ്റ്റ് മീ ഫ്രം ദ പ്രസിഡൻസി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ചോദിച്ചാൽ ആരാണ്? ഗോതാബയ രാജപക്ഷയാണ്. ആരാണ്? ഗോതാബയ രാജപക്ഷ. ആരാണ്? മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് ആണ് ഗോതാബയ രാജപക്ഷ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഗോതാബയ രാജപക്ഷയുടെ പുസ്തകത്തിന്റെ പേര് ചോദിച്ചാൽ എന്താണ്? ദ കോൺസ്പിറസി ടു ഔട്ട്സ്റ്റ് മീ ഫ്രം ദ പ്രസിഡൻസി. ഓക്കെ, ദ കോൺസ്പിറസി ടു ഔട്ട്സ്റ്റ് മീ ഫ്രം ദ പ്രസിഡൻസി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഗോതാബയ രാജപക്ഷയാണ്. ആരാണ് ഗോതാബയ രാജപക്ഷ? നമ്മുടെ മുൻ ശ്രീലങ്കൻ പ്രസിഡന്റ് ആണ്. എന്നാൽ നിലവിലത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ? അത് റെനിൽ വിക്രമസിംഗെയാണ്. ആരാണ്? റെനിൽ വിക്രമസിംഗെയാണ് നിലവിലത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത ചോദ്യമാണ്, പ്രഥമ ബ്ലൂ ടോക്ക് മീറ്റിംഗിന്റെ വേദി എവിടെയാണ്? പ്രഥമ ബ്ലൂ ടോക്ക് മീറ്റിംഗിന്റെ വേദി ചോദിച്ചാൽ അത് ന്യൂഡൽഹി ആണ്. എവിടെയാണ് പ്രഥമ ബ്ലൂ ടോക്ക് മീറ്റിംഗിന്റെ വേദി? എവിടെയാണ്? ന്യൂഡൽഹി ആണ് കേട്ടോ. അപ്പോൾ പ്രഥമ ബ്ലൂ ടോക്ക് മീറ്റിംഗിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹി ആണ്. ഈ പറയുന്ന ബ്ലൂ ടോക്ക് മീറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ആരാണ് സംഘടിപ്പിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ഭൗമ മന്ത്രാലയമാണ് ഈ പറയുന്ന മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. അപ്പൊ ബ്ലൂ ടോക്ക് മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത് ഭൗമ മന്ത്രാലയമാണ്. നിലവിലത്തെ ഭൗമ മന്ത്രാലയ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കിരൺ റിജിജു. ഓക്കെ, അപ്പോ ആദ്യത്തെ ബ്ലൂ ടോക്ക് മീറ്റിംഗിന്റെ വേദി ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. ഈ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഈ ബ്ലൂ ടോക്ക് മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത് ഭൗമ മന്ത്രാലയമാണ്. ഭൗമ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര് ചോദിച്ചാൽ കിരൺ റിജിജു ആണ്. കിരൺ റിജിജു ആണ്. 10ാമത്തെ ചോദ്യം ഇതാണ്, അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റില് 700 വിക്കറ്റ് പൂർത്തിയാക്കിയ ആദ്യത്തെ പേസ് ബോളറിന്റെ പേരാണ് ജെയിംസ് ആൻഡേഴ്സൺ. ശ്രദ്ധിക്കുക, അന്താരാഷ്ട്ര ക്രിക്കറ്റില് ആദ്യത്തെ 700 വിക്കറ്റ് പൂർത്തിയാക്കിയ പേസ് ബോളറിന്റെ പേരാണ് ജെയിംസ് ആൻഡേഴ്സൺ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റ് തികയ്ക്കുന്ന 3ാമത്തെ ബോളറാണ് ആര്? നമ്മുടെ ജെയിംസ് ആൻഡേഴ്സൺ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പട്ടികയിൽ, അന്താരാഷ്ട്ര ക്രിക്കറ്റ് പട്ടികയിൽ 700 വിക്കറ്റിന് മേലെ തികയ്ക്കുന്ന 3ാമത്തെ ബോളറാണ് ജെയിംസ് ആൻഡേഴ്സൺ എന്ന് പറഞ്ഞു. 1ാമത്തെ ആൾ ആരാണെന്ന് അറിയാമോ? ആ പട്ടികയിൽ 1ാമത്തെ വ്യക്തി എന്ന് പറയുന്നത്, ഫസ്റ്റ് പൊസിഷൻ കിട്ടുന്നത് മുത്തയ്യ മുരളീധരനാണ്. മുത്തയ്യ മുരളീധരൻ ശ്രീലങ്കൻ ബോളറാണ്. 2ാമത്തെ വ്യക്തി ആരാണ്? ഷെയ്ൻ വോൺ ആണ് അല്ലെ? ഷെയ്ൻ വോൺ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1ാമത്തെ വ്യക്തി എന്ന് പറയുന്നത് മുത്തയ്യാണ്. 2ാമത്തെ ആരാണ്? ഷെയ്ൻ വോൺ ആണ് അല്ലെ? ഷെയ്ൻ വോൺ ആണ്. 3ാമത്തെ വ്യക്തിയാണ് ആര്? നമ്മൾ ഈ പറഞ്ഞ ജെയിംസ് ആൻഡേഴ്സൺ. ഓക്കെ, അപ്പൊ ഒരു രീതിയിൽ തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 700 വിക്കറ്റ് പൂർത്തിയാക്കുന്ന ആദ്യത്തെ പേസ് ബോളർ ആരെന്ന് ചോദിച്ചാൽ ജെയിംസ് ആൻഡേഴ്സൺ ആണ്. 3ാമത്തെ വ്യക്തിയാണ് ജെയിംസ് ആൻഡേഴ്സൺ. ആദ്യത്തെ പേസ് ബോളറും 3ാമത്തെ വ്യക്തിയുമാണ് ജെയിംസ് ആൻഡേഴ്സൺ. 1ാമത്തെ വ്യക്തി മുത്തയ്യ മുരളീധരൻ, 2ാമത്തെ ഷെയ്ൻ വോൺ ആണ്, 3ാമത്തെയാണ് നമ്മൾ ഈ പറഞ്ഞ ജെയിംസ് ആൻഡേഴ്സൺ. കേട്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന 5 ചോദ്യങ്ങൾ ഒന്നും കൂടി നോക്കാം. കേരളത്തിൽ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്ററിന്റെ വേദി എവിടെയാണ്? ചേർത്തലയാണ്. സ്വദേശ ദർശൻ 2.0 എന്ന് പറയുന്ന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള പ്രദേശം ചോദിച്ചാൽ കുമരകവും ബേപ്പൂരുമാണ്. സുസ്ഥിര ടൂറിസം, ഉത്തരവാദിത്ത ടൂറിസമാണ് ഈ പറയുന്ന പ്രോഗ്രാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. കൂടാതെ 2024 വനിതാ ദിനത്തിലേക്ക് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി സുധാമൂർത്തിയാണ്. 2006 പത്മശ്രീ, 2023 പത്മഭൂഷൺ, 2023 തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം കിട്ടുന്നു. ആ കൃതി ചോദിച്ചാൽ ഗ്രാൻഡ് പാരൻസ് ബാഗ് ഓഫ് സ്റ്റോറീസ് ആണ്. ദ കോൺസ്പിറസി ടു ഔസ്റ്റ് മീ ഫ്രം പ്രസിഡൻസി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഗോതാബയ രാജപക്ഷ. നിലവിലത്തെ ശ്രീലങ്കൻ പ്രസിഡന്റ് ആണെന്ന് ചോദിച്ചെങ്കിൽ അത് റെനിൽ വിക്രമസിംഗെയാണ്. പ്രഥമ ബ്ലൂ ടോക്ക് മീറ്റിംഗ് നടക്കുന്നത് ന്യൂഡൽഹിയിൽ
ഡൽഹിയിലാണ്. അത് എന്താണത്? ഭൗമ മന്ത്രാലയമാണ് ഈ പറയുന്ന മീറ്റിംഗ് സംഘടിപ്പിക്കുന്നത്. ഈ ബ്ലൂ ടോക്ക് മീറ്റിംഗ് അല്ലെങ്കിൽ ഈ ഭൗമ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ചോദിച്ചാൽ കിരൺ റിജിജു ആണ്. പിന്നെ പറഞ്ഞു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 700 വിക്കറ്റ് പൂർത്തിയാക്കുന്ന ആദ്യത്തെ പേസ് ബോളർ ചോദിച്ചാൽ ജെയിംസ് ആൻഡേഴ്സൺ ആണ്. എന്നാൽ ഈ 700 വിക്കറ്റ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റില് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയവരുടെ പട്ടികയിൽ 3ാം സ്ഥാനത്താണ് നമ്മുടെ ജെയിംസ് ആൻഡേഴ്സൺ. 1ാമത് മുത്തയ്യ മുരളീധരൻ, 2ാമതാരാണ് ഷെയ്ൻ വോൺ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 11ാമത്തെ ചോദ്യമാണ്. അടുത്തിടെ ലക്ഷദ്വീപിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവി ബേസിന്റെ പേര് ചോദിച്ചാൽ INS ജഡായു ആണ്. തെറ്റിക്കരുത്. നമ്മുടെ എവിടെയാണ് അടുത്തിടെ ലക്ഷദ്വീപിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ ബേസിന്റെ പേരാണെന്ത്? INS ജഡായു. നമ്മൾ അടുത്തിടെ ലക്ഷദ്വീപിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ ബേസ് ചോദിച്ചാൽ അതിന്റെ പേരെന്താണ്? INS ജഡായു ആണെന്ന് ഓർത്തിരിക്കുക. ലക്ഷദ്വീപിലെ 2ാമത്തെ നേവി ബേസ് ആണ് INS ജഡായു. ലക്ഷദ്വീപിലെ 2ാമത്തെ നേവി ബേസ് ആണ് INS ജഡായു. എങ്ങനെയാണെങ്കിൽ ലക്ഷദ്വീപിലെ ആദ്യത്തെ നേവി ബേസിന്റെ പേരാണ് INS ദ്വീപരക്ഷക്. ലക്ഷദ്വീപിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ചോദിച്ചാൽ അത് INS ദ്വീപരക്ഷകാണ്. നമ്മുടെ ലക്ഷദ്വീപിൽ ഇപ്പോ അടുത്തിടെ കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ നേവി ബേസിന്റെ പേരാണ് INS ജഡായു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ നാവികസേനയുടെ തലവന്റെ പേര് ചോദിച്ചാൽ R ഹരികുമാർ ആണ്. തിരുവനന്തപുരത്തുകാരനാണ്, മലയാളിയാണ്. R ഹരികുമാർ ആണ്. നിലവിലത്തെ ഇന്ത്യൻ നേവിയുടെ തലവൻ എന്ന് പറയുന്ന ആരാണ്? R ഹരികുമാർ ആണ്. ഓക്കെ അല്ലേ? 12ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 12ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ അമേരിക്കൻ കോസ്റ്റ് ഗാർഡും സംയുക്താഭ്യാസമായിട്ടുള്ള സീ ഡിഫൻഡേഴ്സ് നടത്തിയ വേദി എവിടെയെന്നാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ അമേരിക്കൻ കോസ്റ്റ് ഗാർഡും കൂടി അല്ലെങ്കിൽ ഒരുമിച്ച് നടത്തിയിട്ടുള്ള സംയുക്ത അഭ്യാസത്തിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അത് സീ ഡിഫൻഡേഴ്സ് എന്നാണ്. സീ ഡിഫൻഡേഴ്സ് 2024. ഈ സീ ഡിഫൻഡേഴ്സിന്റെ വേദി ചോദിച്ചാൽ എവിടെയാണ്? പോർട്ട് ബ്ലെയർ ആണ്. ഈ പറയുന്ന സീ ഡിഫൻഡേഴ്സിന്റെ വേദി എവിടെയാണ്? പോർട്ട് ബ്ലെയർ ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡും അമേരിക്കൻ കോസ്റ്റൽ ഗാർഡും കൂടി ഒരുമിച്ച് നടത്തിയ പ്രോഗ്രാമിന്റെ പേരെന്താണ്? സീ ഡിഫൻഡേഴ്സ് എന്നാണ്. ഈ സീ ഡിഫൻഡേഴ്സിന്റെ വേദി ചോദിച്ചാൽ അത് എവിടെയാണ്? പോർട്ട് ബ്ലെയർ ആണ്. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റിന്റെ പേരെന്താണ്? പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റിന്റെ പേരെന്തെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. എന്താണ്? ആസിഫ് അലി സർദാരി എന്നാണ് കേട്ടോ. അപ്പോൾ പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റിന്റെ പേര് ആസിഫ് അലി സർദാരി എന്നാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ പേര് ഷെഹബാസ് ഷെരീഫ് എന്നാണ് അല്ലേ? അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. വ്യക്തമായി ഓർത്തിരിക്കുക. പ്രസിഡന്റ് ആണെങ്കിൽ നമ്മുടെ സിനിമാ നടൻ ആസിഫ് അലിയാണ് കേട്ടോ. ആസിഫ് അലി സർദാരിയാണ് പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ്. എന്നാൽ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ പേര് ചോദിച്ചാൽ എന്താണ്? ഷെഹബാസ് ഷെരീഫ് ആണ് പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി. അപ്പോൾ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയാണെന്നുണ്ടെങ്കിൽ അത് ഷെഹബാസ് ഷെരീഫ് ആണ്. അടുത്ത ചോദ്യം. ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും കൂടി തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങളുടെ മികവ് പ്രകടിപ്പിക്കുന്ന ഭാരത് ശക്തി അഭ്യാസത്തിന്റെ വേദി എവിടെയെന്നാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. കാര്യം ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ നേവിയും ഇന്ത്യൻ എയർഫോഴ്സും കൂടി ഒരുമിച്ചാണ് കേട്ടോ. ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും കൂടി തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങളുടെ മികവ് പ്രദർശിപ്പിക്കുന്ന ഭാരത് ശക്തി എന്ന് പറയുന്ന അഭ്യാസത്തിന്റെ വേദി ചോദിച്ചാൽ അതെവിടെയാണ്? രാജസ്ഥാനിലെ പൊക്രാനിലാണ് കേട്ടോ. രാജസ്ഥാനിലെ പൊക്രാനിലാണ് ഈ പറയുന്ന കരസേനയും നാവികസേനയും വ്യോമസേനയും കൂടി തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങളുടെ മികവ് പ്രദർശിപ്പിക്കുന്ന വേദിയാണെങ്കിൽ അതെവിടെയാണ്? ഭാരത് ശക്തി അഭ്യാസം. അതിന്റെ വേദിയാണ് പൊക്രാൻ, രാജസ്ഥാൻ. അപ്പൊ നമ്മുടെ 15ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? കോഴിക്കോടിലാണ് സഹകരണ മ്യൂസിയം. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? കോഴിക്കോടിലാണ്. അപ്പൊ നമ്മൾ നേരത്തെ ലാസ്റ്റ് പറഞ്ഞ 5 ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് നോക്കിയാലോ? അപ്പൊ നമ്മൾ വന്നുകൊണ്ടിരുന്നത് എന്തായിരുന്നു? നമ്മുടെ ലക്ഷദ്വീപിൽ ഈയിടയ്ക്ക് കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവിയുടെ ബേസിന്റെ പേരാണ് INS ജഡായു. 2ാമത്തെയാണ് INS ജഡായു. ആദ്യത്തെ പേര് INS ദ്വീപരക്ഷക് എന്നാണ്. നമ്മുടെ നേവിയുടെ തലവന്റെ പേര് R ഹരികുമാർ എന്നാണ്. ഇന്ത്യൻ കോസ്റ്റൽ ഗാർഡും അമേരിക്കൻ കോസ്റ്റൽ ഗാർഡും കൂടി നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സംയുക്ത അഭ്യാസത്തിന്റെ പേരാണ് സീ ഡിഫൻഡേഴ്സ്. ഇത് നടത്തിയിരുന്ന എവിടെയാണ്? നമ്മുടെ പോർട്ട് ബ്ലെയറിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റിന്റെ പേര് ആസിഫ് അലി സർദാരി എന്നാണ്. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയുടെ പേര് ഷെഹബാസ് ഷെരീഫ് എന്നാണ്. അതുപോലെ ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും
തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങളുടെ മികവ് പ്രദർശിപ്പിക്കുന്ന വേദിയുടെ പേരാണെന്ത്? ഭാരത് ശക്തി. ഈ പറയുന്ന ഭാരത് ശക്തി നടത്തുന്ന എവിടെയാണ്? പൊക്രാൻ, രാജസ്ഥാനിലെ പൊക്രാനിലാണെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്ന എവിടെയാണ്? അത് കോഴിക്കോടിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തിയിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് പറയുക. നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യം ഏതാണ്? നാറ്റോ. ഓക്കെ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയുടെ പൂർണ്ണരൂപം. ഈ പറയുന്ന നാറ്റോയിൽ അംഗമായ 32ാമത്തെ രാജ്യത്തിന്റെ പേര് എന്താണെന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ച ശേഷം എന്ത് ചെയ്യുക? നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് കൂടി പറയുക കേട്ടോ. അത് ഒരിക്കലും മറക്കരുത്. എല്ലാവരും കൃത്യമായിട്ട് അത് ചെയ്യുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ കണക്കിന് WCPO പരീക്ഷ എഴുതാൻ പോകുന്നവർ നമ്മുടെ CPO ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ LDC പരീക്ഷ എഴുതാൻ പോകുന്നവർ തീർച്ചയായിട്ടും ആ ഒരു ബാച്ചിലൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ഉത്തരം കണ്ടുപിടിച്ച് കമന്റ് ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും പുതിയ കാര്യങ്ങളായിട്ട് വീണ്ടും ചർച്ച ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.